ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റ് ചാനലുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പൈസ വാങ്ങിയല്ല. കാരണം അവർക്കെന്നെ അറിയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, പിന്നെ എന്തിനാണ് ഈ സാഹസം? മോക്ക് ടൈം എന്ന എൻ്റെ ഈ ചാനൽ ഡീൽ ചെയ്യുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ 5 ക്വസ്റ്റ്യനെങ്കിലും അറിയില്ലെങ്കിൽ പലരും ഇട്ടിട്ട് പോലാണ് പതിവ്. സോ മറ്റു ചാനലുകൾ കണ്ട് കൃത്യമായ ബേസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹാപ്പി, വീഡിയോ കാണുന്നത് വഴി ഞാനും ഹാപ്പി. ഏറ്റവും ബെറ്റർ യൂട്യൂബ് ചാനൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ഉത്തരം വരുമെങ്കിലും ഏറ്റവും മോശം ചാനൽ ഏതാണെന്ന് ചോദിച്ചാലോ? ഒരു പക്ഷേ അതിനൊരു ഉത്തരം ഉണ്ടാകില്ല. കാരണം സബ്സ്ക്രൈബേഴ്സ് എണ്ണം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വീഡിയോയുടെ ആത്മാർത്ഥത എന്നത് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം. മികച്ച യൂട്യൂബ് ചാനൽസ് ഏതൊക്കെയാണെന്ന് യൂട്യൂബിൽ തന്നെ ധാരാളം വീഡിയോകളുള്ളപ്പോൾ ഇതിലെന്തിന് ക്ലിക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചാനൽസും ഇവർ പറയുന്നുണ്ടോയെന്ന് അറിയണമല്ലോ അല്ലേ? തീർച്ചയായും, അല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയിപ്പോവും ഈ വീഡിയോ. അധികം ആർക്കും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഹിസ്റ്ററി. കുറേ വർഷങ്ങൾ, കുറേ സ്ഥലങ്ങൾ, കുറേ പേരുകൾ. പണ്ടെങ്ങോ ഹിറ്റ്ലർ എന്നൊരാൾ പണ്ട് എവിടെയോ തുമ്മിയതിന് ഞാനെന്ത് വേണമെന്ന നിലപാടായിരുന്നു ഹിസ്റ്ററിയെക്കുറിച്ച് എനിക്ക്. ചരിത്രം വന്ന വഴിയാണ് മകളെ, മറക്കാൻ പാടില്ലെന്ന വെളിപ്പാട് എന്നിൽ ഉണർത്തിയത് ആസ്ഥ അക്കാഡമിയുടെ അജിത് സാർ. അച്ഛനെ അമ്മ ഒഴികെ ബാക്കി എന്ത് ലുലുമാളിൽ കിട്ടും എന്ന് പറയുന്നത് പോലെ കണക്കും ഇംഗ്ലീഷും മലയാളം ഒഴികെ ബാക്കി ഏത് ടോപ്പിക്കും ആസ്ഥ അക്കാഡമിയിൽ ലഭിക്കും. വെള്ളപ്പേപ്പറിൽ നീലപ്പേന കൊണ്ട് എഴുതിത്തരാം. ആസ്ഥ അക്കാഡമി ശരിയായ രീതിയിൽ ഫോളോ ചെയ്താൽ ലിസ്റ്റിൽ ഒരിടം നിങ്ങൾക്കുള്ളതാണ്. ഈ വെള്ളപ്പേപ്പറും നീലപ്പേനയൊക്കെ കുറച്ച് ഓവറല്ലേ? ബന്ധുവകയിലുള്ള എല്ലാ സൂചനകളെ അറിയില്ലെങ്കിലും PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജെറിൻ സാറിനെ അറിയാം, ട്രിക്നാൻ എന്ന ചാനലും അറിയാം. കാരണം കടമറ്റത്ത് കത്തന്നാർക്ക് ശേഷം നമ്മൾ കണ്ട മറ്റൊരു മാന്ത്രികൻ ജെറിൻ സാർ ആയിരിക്കും. മാത്സിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തന്നെ 10-12 പാർട്ടുകളായിട്ടാണ് സാർ നമുക്ക് എടുത്തു തരുന്നത്. ഇതിൻ്റെ ഉത്തരം എത്രയാടാ മക്കളെ എന്നുള്ള സാറിൻ്റെ ചോദ്യം ഒരു ടൈം ട്രാവലറും ഇല്ലാതെ നമ്മളെ സ്കൂൾ ബെഞ്ചിൽ എത്തിക്കുന്നു. ഇനിയും പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല, നീ ഒന്നും പണയണ്ട. അടുത്ത ചാനലിലേക്ക്. KG ക്ലാസ്സിൽ പരിചയപ്പെട്ട് ഡിഗ്രി ലെവൽ വരെ കൂടെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ്. ഒന്ന് കൂട്ടുകൂടാനോ അടുത്തിടപെടാനോ കഴിയാതെ തീർത്തും അപരിചിതരായി പോയ കുറേ വർഷങ്ങൾ. പണ്ടൊരു സിനിമയിൽ അശോക് രാജ് പറഞ്ഞതുപോലെ ഹാസും ഹാവും ഹാഡും ഒരൊറ്റ വരിയിൽ എഴുതി വെച്ചൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാൽ ഇവരൊക്കെ ആരാണെന്നും എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നത് ജാഫർ സാറാണ്. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ കിട്ടുന്നത് പോലെയാണ് സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് സാറ് പറയുന്നുണ്ട്. ഉദാഹരണം, ദ എന്ന ആർട്ടിക്കിൾ എവിടെ ഉപയോഗിക്കണം എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ദ എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കരുത് എന്ന് തുടങ്ങി. ക്ലാസ്സിനൊപ്പം തന്നെ സാറ് ഡിസ്കസ് ചെയ്യുന്ന PYQ ക്വസ്റ്റ്യൻസും നമുക്ക് ഉപകാരപ്രദമാണ്. ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾക്ക് ജാഫർ സാറിൻ്റെ ക്ലാസ്സുകളാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാനോ റിവിഷൻ ചെയ്യാനോ ഏറ്റവും ബെറ്റർ പ്രശാന്ത് സാറിൻ്റെ ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുന്ന സ്പീഡും എന്തൂസിയാസവും കൊണ്ട് തന്നെ സാറിനേക്കാൾ മുമ്പേ ആൻസർ പറയാനുള്ള ആവേശം നമുക്കുണ്ടാകുകയും പെട്ടെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യും. മലയാളമല്ലേ, മാതൃഭാഷയല്ലേ എന്ന തോന്നലിൽ നമ്മൾ പരീക്ഷാ ഹാളിലെത്തും. പക്ഷേ നെഗറ്റീവ് വാഴിക്കൂട്ടുന്ന വഴി നമ്മൾ അറിയില്ല. ആദേശസന്ധി ആഗമനസന്ധിയും എന്നെ സംബന്ധിച്ച് ഇരട്ടക്കുട്ടികളെ പോലെയാണ്, എപ്പോഴും മാറിപ്പോവും. അതിനൊരു തീരുമാനമാക്കാൻ യൂട്യൂബിൽ കയറിയൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ്റെ അധ്യാത്മരാമായണം മൊത്തം കേട്ട് കിളിപാറിയിരിക്കുന്നൊരവസ്ഥയായി. പക്ഷേ വേറൊരു ചാനലിൻ്റെ കണ്ണിൽപ്പെട്ടു. ഫ്രണ്ട്ലി PSC ആര്യ മിസ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഏതൊരു കാര്യവും സിമ്പിളായി അവതരിപ്പിക്കുക എന്നത് ഒരു ടാലൻറ്റ് തന്നെയാണ്. അത് ഞാനവിടെ കണ്ടു. സോ സബ്സ്ക്രൈബ്ഡ് ആൻഡ് സ്റ്റിൽ ഫോളോയിങ്. ആദ്യത്തെ ക്ലാസ് മോശമായിട്ടൊന്നുമല്ല, അവർ കുറച്ചുകൂടെ സാഹിത്യവൽക്കരിച്ച് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് എൻ്റെ മാത്രം പോരായ്മയാണ്. ഇംഗ്ലീഷിനും ഹിസ്റ്ററിക്കും വേണ്ടി തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ല ചാനലാണ് ലെറ്റ്സ് യൂസ് എഡി ടിപ്പ്. ആകെ എനിക്ക് തോന്നിയൊരു പ്രശ്നം മേഡത്തെ ശ്രദ്ധിക്കണോ ക്ലാസ് ശ്രദ്ധിക്കണോ എന്നാണ്. കാരണം രണ്ട് സൂപ്പർ തന്നെയാണ്. ഒരുപാട് വരി വലിച്ച് പറയാതെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഒരു കണ്ടൻസ്ഡ് ഫോമിൽ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മേഡത്തിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നോട്ട് എഴുതിപ്പോവും. കാരണം മേഡം ബോർഡിൽ നോട്ട് എഴുതിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ PSC ലോകം അടക്കി വരുന്ന സൈലം, എൻട്രി, അൺഅക്കാഡമി തുടങ്ങിയ യൂട്യൂബ് ചാനലുകൾ ഞാനിവിടെ പരിചയപ്പെടുത്താൻ നിന്നാൽ നിങ്ങൾ കരുതും പക്ഷേ പറയാതെ വയ്യ മൻസൂർ സാറിൻ്റെ ക്ലാസ്. ഈ മനുഷ്യൻ എന്തോ ഒരു ലാഗാന്ന് കരുതിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ആദ്യമൊക്കെ. പിന്നെ സാറിൻ്റെ ക്ലാസ് ഞാൻ ഡിസ്ലൈക്കും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം സാർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ അവിചാരിതമായി കണ്ടു. തുടർന്ന് സാറിൻ്റെ മറ്റുള്ള ക്ലാസ്സുകൾ കണ്ടു. ഒരു ക്ലാസ് കംപ്ലീറ്റ് കണ്ടു നിന്നപ്പോഴാണ് സാറിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. NCERT SCERT ടെക്സ്റ്റുകൾ ഫോളോ ചെയ്ത് വളരെ ഡീപ്പിൽ സാർ ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കോഡുകൾ സാർ പറയാറുണ്ട്. കൊല്ലം ജില്ലയിലെ മുഖത്തലയിലെ 2 ആൺകുട്ടികൾക്ക് ശേഷം ഒരു പെൺകുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന പേരൻസിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, പെൺകുഞ്ഞൊന്നുമില്ല, പകരം ഒരു സൂപ്പർ സ്റ്റാറിനെ അങ്ങോട്ട് തരും. അതാണ് നമ്മുടെ പ്രദീപ് സാർ മുഖത്തല. നിങ്ങൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചാൽ ഞങ്ങൾ എങ്ങനെ പഠിക്കാതിരിക്കും? ഈ ക്വസ്റ്റ്യൻ സാറിൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിലൂടെ പോകുന്നതാണ്.
ഞാൻ ഒരു വാർത്തയിൽ സ്വന്നാൽ 100 വാർത്തയിൽ സ്വന്ന മാതിരി എന്ന് രജനീകാന്ത് പറഞ്ഞതുപോലെ ഒരു ചോദ്യത്തിൽ നിന്ന് അതുമായി റിലേറ്റ് ചെയ്ത ഒരു 100 പോയിന്റ് സാർ നമുക്ക് പറഞ്ഞു തരും. എക്സാമുകളൊക്കെ എടുക്കുന്ന സമയത്ത് സാറ് ഹോട്ട് ടോപ്പിക്സിൻ്റെ റിവിഷൻ ചെയ്യാറുണ്ട്. വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. ജോഗ്രഫി ഡീറ്റെയിൽ ക്ലാസ്സുകൾക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് PSC എന്ന അരുൺ സാറിൻ്റെ ക്ലാസ് വളരെ നല്ലതാണ്. ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ടിക്കറ്റ് ഇല്ലാതെ ആ ഒരു സ്ഥലം മൊത്തം കണ്ടുവന്നൊരു അനുഭവമായിരിക്കും നമുക്ക്. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. മാത്സിലെ ടോപ്പിക്കുകൾ ഡീൽ ചെയ്യുന്ന നല്ലൊരു ചാനലാണ് പുനലൂർ സർവകലാശാല. ലോങ് വീഡിയോക്കാളും സെർച്ച് ചെയ്യുന്ന കുറച്ച് ഷോർട്ട് വീഡിയോസ് ഉണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതികൾ പറഞ്ഞു തരുന്നു. ജനറൽ ടോപ്പിക്സുകൾ കൈകാര്യം ചെയ്യുന്ന PSC ബുള്ളറ്റിൻ എന്ന ചാനൽ വളരെ നന്നായി തോന്നിയിട്ടുണ്ട്. ഇംഗ്ലീഷിലെ കൺകേർഡും ഇന്ത്യൻ ഹിസ്റ്ററിയിലെ INC നേതാക്കളെയും കോഡ് ഉപയോഗിച്ച് മേഡം പഠിപ്പിക്കുന്നത് എക്സാമിന് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ അറിയാൻ സഹായിക്കുന്നൊരു ചാനലാണ് പീക്ക് ഇൻ ടു ദ പാസ്റ്റ്. ക്ലാസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു ചാനൽ. റിവിഷൻ ക്വസ്റ്റ്യൻസിനും PYQ ക്വസ്റ്റ്യൻസിനും സക്സസ് ഫയൽ എന്ന ചാനൽ വളരെ നല്ലതാണ്. എന്നാൽ ഓരോ ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ടെലഗ്രാമിലെ വൊക്കാബ്സ്പീഡിയ എന്ന ചാനൽ നല്ലതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെലഗ്രാമിൻ്റെ അടുത്ത് തന്നെ പിങ്ക് സാരി എടുത്ത് വേറെ സുന്ദരി നമ്മളെ നോക്കി നിൽപ്പുണ്ടാവും. ഇൻസ്റ്റാഗ്രാമാണ്, വലയിൽപ്പെടാതിരിക്കുക. സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റിയ കുറേ നല്ല ചാനലുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനതിൽ ചിലത് മാത്രമാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസരിച്ചുള്ള ചാനൽ കണ്ടെത്താനും കൂടുതൽ നന്നായി പഠിക്കാനും ശ്രദ്ധിക്കുക. താങ്ക്